ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഐ ആം ഹിയർ ഈസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ദ ഫോക്സ് വാഗൻ ഗോൾഫ് GT ആയിട്ടോ. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ നമ്മൾ എന്ന് വരും എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത്രയും ആകാംക്ഷയിൽ പല ആളുകളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ആൻഡ് ഇതാണ് അതിൻ്റെ കീ വരുന്നത്. കണ്ടോ, ഒരു ഗ്ലോസ് ബ്ലാക്ക് പ്ലസ് ഒരു ക്രോം ഇൻസേർട്ടഡ് ആയിട്ടുള്ളൊരു കീ ആണ്. വളരെ പ്രീമിയം ആയിട്ടുള്ള, അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നൊരു കീ ആണ്. ലോക്ക് അൺലോക്ക്, ഒരു ബൂട്ട് ഓപ്പണർ, അതേപോലെ ഫോക്സ് വാഗൻ്റെ ആ ഒരു ലോഗോ കിഡ്ലൻ കീ ആണ് കേട്ടോ. ഭയങ്കര പ്രീമിയമാണ് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഫ് GTIയുടെ വൈറ്റ് കളറാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മുടെ പോളോ ഇന്ത്യ വിട്ട് പോയ സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു മോഡലാണ് ഗോൾഫ് GTI എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് പകരം വിർട്ടസ് വന്നെങ്കിൽ പോലും നമ്മൾ ഇത് എന്തായാലും ഒരിക്കൽ ഇന്ത്യയിൽ വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരുന്നൊരു മോഡലാണ്. ആൻഡ് ഫൈനലി ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഗോൾഫ് GTI എത്തിയിരിക്കുകയാണ്. എന്തായാലും 10-70 രാജ്യങ്ങളിലായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാടധികം യൂണിറ്റ്സ്, അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഫോക്സ് വാഗൻ വിറ്റഴിച്ചിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് ഗോൾഫ് എന്ന് പറയുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഡിസൈനാണ്. ഡിസൈൻ നമ്മൾ ഓൾറെഡി ഈ വാഹനം എല്ലാവർക്കും അറിയാം, കണ്ട് ശീലിച്ചൊരു പുതിയൊരു വാഹനമൊന്നുമല്ല, കണ്ട് ശീലിച്ചൊരു മോഡൽ തന്നെയാണ്. എന്നാൽ പോലും നമ്മൾ ഇന്ത്യയിൽ വന്ന സമയത്ത് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാമല്ലോ. എന്തായാലും ഡിസൈനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളും ഒരു ബമ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പക്ക സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. എന്നാലും വാഹനം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പോളോ ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു ഫ്രണ്ട് ബമ്പർ, അതുപോലെ ഹെഡ്ലാമ്പ് യൂണിറ്റ്, ഗ്രില്ലും കാര്യങ്ങളെല്ലാം വളരെ സ്പോർട്ടി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു സെൻട്രലായിട്ട് ഫോക്സ് വാഗൻ്റെ ആ ഒരു ലോഗോ വന്നിട്ടുണ്ട്. ഇത് ഇല്യൂമിനേറ്റഡ് ആണ്. രാത്രി ഈ ലോഗോക്ക് ചുറ്റും ലൈറ്റ് കത്തുട്ടോ. ആ ഒരു അറ്റം മുതൽ ഈ അറ്റം വരെ മൊത്തം കണക്ട് ചെയ്തിട്ടാണ് ഒരു DRL യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് കണ്ടോ, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് മൊത്തം ഈ ഒരു ബോണറ്റിൻ്റെ താഴെ ലൈനിൽ ഈ ഒരു റെഡ് ലൈനിങ് ആണ്. ഈ ലൈനിങ്ങിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു DRL യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു റെഡ് ലൈനിങ്, ഇവിടെ തൊട്ട് ആ അറ്റം വരെ ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റെഡ് ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. IQ ലൈറ്റ് എന്നുള്ളൊരു ബാഡ്ജ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ക്രോം ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ട് ഫുള്ളി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പാണ്. ഹൈ ബീമും അതേപോലെ ലോ ബീം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഉള്ളിൽ ചെറിയ ബ്ലോക്കുകളായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ ലൈറ്റിൻ്റെ ആ ഒരു സെറ്റപ്പ് കണ്ടോ, ഈ രണ്ട് ഹെഡ് ലൈറ്റുകളെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോകുന്ന പോലെയാണ് ആ ഒരു ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഗ്രില്ലാണ് കേട്ടോ. ബമ്പറിൻ്റെയും ബോണറ്റിൻ്റെയും ഗ്യാപ്പിലായിട്ട് ചെറിയൊരു ഗ്രിൽ യൂണിറ്റ് ആണ്. ഇതിൻ്റെ താഴെ ചെറിയൊരു എയർ പാസേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു DRL യൂണിറ്റ് ഫുള്ളി കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഗ്രില്ലിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് GTI എന്ന് പറയുന്ന ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെഡ് കളറിൽ ഭയങ്കര ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ആൻഡ് ഈ ഒരു ഹെഡ്ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു DRL യൂണിറ്റിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു എയർഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബമ്പറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരുപാട് ഹണി കോം പാറ്റേണിലുള്ള ഒരു എയർഡാം യൂണിറ്റ് ആണ്. അതിൻ്റെ ഈ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ബമ്പറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് താഴെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ഫോഗ് ലാമ്പ് സെറ്റപ്പ് കേട്ടോ. ഇതിൽ 5 ബ്ലോക്കുകളായിട്ടാണ് ഇതിൽ ഫോഗ് ലാമ്പ് ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു X ഷേപ്പിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്പർ പ്ലേറ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ കാണുന്നത് അഡാസിൻ്റെ റഡാർ യൂണിറ്റ് ആണ്. ഏകദേശം 20+ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുള്ളൊരു വാഹനമാണ്. ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് ആ ഒരു അഡാസിൻ്റെ ക്യാമറ യൂണിറ്റും കാണാൻ വേണ്ടി പറ്റും. സൈഡ് ലുക്കിലാണ് ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. എന്താണെന്ന് വെച്ചാൽ അലോയ് വീൽസ് 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് പോകുന്നുള്ളത്. ഭയങ്കര ഭംഗിയുള്ള വീലാണ് കേട്ടോ. ഒരു ഗ്ലോസ് ബ്ലാക്ക് പ്ലസ് ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ഒരു ക്രോം ഒരു ഫിനിഷിൽ വന്നിട്ടുള്ള ഒരു ഡയമണ്ട് കട്ടഡ് ആയിട്ടുള്ള അലോയ് വീലാണ്. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു ഫീൽ വരും. നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്നുള്ള തോന്നുന്ന തരത്തിലുള്ള ഭയങ്കര ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കൊടുത്തിട്ടുള്ള ഒരു അലോയ് വീൽ സെറ്റപ്പാണ്. ടയർ നോക്കിക്കഴിഞ്ഞാൽ ലോ പ്രൊഫൈലായിട്ടുള്ള ഒരു പെർഫോമൻസ് ടയേഴ്സ് ആണ്. ബ്രിഡ്സ്റ്റോൻ്റെതാണ്. ഏകദേശം 225 40 R18 ആണ് ടയർ സൈസ് വരുന്നത്. ആൻഡ് നമുക്ക് ആ ഒരു ഡിസ്ക് കാണാൻ വേണ്ടി പറ്റും. കാലിപ്പർ റെഡ് കളേർഡ് ആണ് കേട്ടോ. ഇതാണ് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. GTIൻ്റെ ഒരു ബാഡ്ജ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും വന്നിട്ടുണ്ട്. സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഏകദേശം 4.3 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. മിററിൽ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാൻ വേണ്ടി പറ്റും. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിൽ ഒരു സൈഡ് സ്കേർട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭീകരമാണ്. അടിപൊളി ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് ശരിക്കും ഇതിൽ ആ പക്ക ഒരു സ്പോർട്ടി ഫീൽ കൊടുക്കുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രോം ഇൻസേർട്ടഡ് ആയിട്ടുള്ള ട്വിൻ പൈപ്പുകൾ, ആ ഒരു എക്സോസ്റ്റ് പൈപ്പുകൾ. ആൻഡ് ഇതിൻ്റെ സൗണ്ട് എക്സോസ്റ്റ് നോട്ട് ഞാൻ എന്തായാലും കേൾപ്പിച്ചു തരാം. ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ സൈഡിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു ഫീൽഡ് ഓപ്പണർ വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലാണ്. ഒരു ഫോക്സ് വാഗൻ കാറാണല്ലോ. IQ ലൈറ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ള ഒരു ലൈറ്റ് യൂണിറ്റ് ആണ്. ഈ ലൈറ്റ് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റർ ഉള്ളിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് പോകുന്നത് കണ്ടോ. ബ്രേക്ക് ലൈറ്റ് ഉള്ളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട്. ഒരു ഉള്ളിൽ സ്മോക്ക് ചെയ്തിട്ടുള്ള ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ക്രോം ഇതിൽ ബാക്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല.
ക്രോം ഇല്ലാത്തൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ആൻഡ് GTI എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് വണ്ടിയുടെ 4 സൈഡിലും ഈ ഒരു GTI ബാഡ്ജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗോൾഫ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് പുറത്ത് എവിടെയും വിസിബിൾ അല്ല കേട്ടോ. എന്നാലും വൈപ്പർ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഡീഫോഗറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു റിയർ ഗ്ലാസ് ആണ്. ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ വേണ്ടി പറ്റും. ഇത് പക്ക ഇതിൽ തന്നെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്പോയിലർ സെറ്റപ്പ് ആണ്. 2 സൈഡിലും ചെറിയൊരു ഫിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നത്. റൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ആയിട്ടാണ്. ഈ കാണുന്നതിൻ്റെ സൺറൂഫ് ആണ് കേട്ടോ. പനോറമിക് അല്ല, ഒരു സിംഗിൾ പാൻ സൺറൂഫ് ആണ്. അത് ഞാൻ എന്തായാലും ഇതിന് ഉള്ളിലെത്തുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഈ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലാണ് ബൂട്ട് ഓപ്പണർ വരുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇത് ലോഗോ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. ഇതിൽ ഇലുമിനേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ നമുക്കിത് ബൂട്ട് ഓപ്പൺ ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്പണറും കൂടെയാണ്. മൂന്നാമതായിട്ട് നമുക്കിത് ഇതിൻ്റെ താഴെയായിട്ടാണ് ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 350 ലിറ്ററോളം ബൂട്ട് സ്പേസ് ആണ് ഈ കാണുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് സ്പെയർ വീലൊന്നും ഇന്ത്യൻ മോഡലിൽ അവൈലബിൾ അല്ല. അതേപോലെ ഇവിടെ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, നമ്മളെ ഈ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ വെക്കുന്ന ആ ഒരു ട്രയാങ്കിൾ ഇതിൽ കൊടുത്തിട്ടില്ല. ഒരു പാർസൽ ട്രേ വന്നിട്ടുണ്ട്. ഈ സീറ്റ് നമുക്ക് അകത്തുനിന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബൂട്ടിലേക്ക് ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു പോർഷൻ, അതിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ കാണുന്നത്. ചെറിയ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ സബ് ബൂഫറും ഇതിൽ മിസ്സിംഗ് ആണ് കേട്ടോ. സബ് ബൂഫർ കൊടുത്തിട്ടില്ല. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബൂട്ട് ലാമ്പ് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ബൂട്ടിൽ വന്നുള്ളത്. ഈ ബൂട്ട് ക്ലോസ് ചെയ്യാൻ ഇവിടെ ചെറിയ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇവിടെ ബൂട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു പിടുത്തോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും നമ്മൾ ഇവിടെ ബൂട്ടിൻ്റെ മുകളിൽ പിടിച്ചിട്ട് തന്നെ വലിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടാണ് ഈ ബൂട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിൽ ഏറ്റവും ഭംഗിയുള്ള ബാക്കിൽ കാണുന്ന ഈ ഒരു എക്സോസ്റ്റ് പൈപ്പാണ്. ഇതിൻ്റെ സൗണ്ട് എന്തായാലും ഞാൻ കേൾപ്പിച്ചു തരാം. ബമ്പറിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. റിഫ്ലക്ടർ യൂണിറ്റ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ വൈറ്റ് കളർ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റ് കളറിൽ ഈ ഒരു ഫുള്ളി ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഒരു റിയർ വിൻഷീൽഡും അതുപോലെ സ്മോക്ഡ് ആയിട്ടുള്ള ഈ ഒരു ടെയിൽ ലാമ്പും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഈ വണ്ടീൻ്റെ ബാക്ക് സൈഡ് കാണാനായിട്ട്. ആൻഡ് നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. ബാക്ക് സീറ്റ് എങ്ങനെയുണ്ട് നോക്കാം. ആൻഡ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഡോർ. അതുപോലെ അടക്കുന്ന സമയത്ത് കേട്ടോളൂ, ആ ഒരു തഡ് ഫീലും കൂടെ കിട്ടുന്നുണ്ട്. കിട്ടില്ല, ഒരു ഫോക്സ് വാഗൻ സെറ്റപ്പാണ്. എന്തായാലും ഇൻറ്റീരിയറിൽ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക അടിപൊളി ക്വാളിറ്റിയാണ്. ഇതിലൊരു ആൽക്കൻഡാര മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് ആണ് ഒരു മെറ്റീരിയൽസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ബോട്ടിൽ ഹോൾഡർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും തന്നെ ബോട്ടിൽ ഇവിടെ ഇളകി കളിക്കുമ്പോൾ സൗണ്ടൊന്നും വരാതിരിക്കാൻ ചെറിയൊരു ഉള്ളൊരു സോഫ്റ്റ് ക്ലോത്ത് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു സ്പീക്കർ യൂണിറ്റ് വന്നുള്ളത്. ഇനി ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഉള്ളിൽ കയറുന്ന സമയത്ത് ഈ ഒരു സീറ്റിന്, അതായത് ഫ്രണ്ടിൽ 2 സീറ്റിൻ്റെയും സൈഡിലായിട്ട് ഈ ഒരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ബാക്കിലിരിക്കുമ്പോൾ ഒരു സ്പോർട്ടി ഫീൽ എന്തായാലും ബാക്കിലിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ബാക്കിൽ ഈ സീറ്റിൻ്റെ ബാക്കിലായിട്ട് 2 ഫോൺ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ പോക്കറ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും തന്നെ ആ ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട്. റിയർ AC വെൻ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ഇവിടെയാണ് വന്നുള്ളത്. ഇത് 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. അപ്പം ബാക്കിലെ സോൺ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ താഴെയായിട്ട് കണ്ടോ 2 C-ടൈപ്പ് ചാർജിങ് പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിലുള്ള പാസഞ്ചേഴ്സിന് 2 പേർക്കും C-ടൈപ്പ് ചാർജിങ് പോർട്ടും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ഉള്ളിലിരിക്കുമ്പം കിട്ടിലൻ എന്താ പറയുക, അടിപൊളിയായ ഒരു ക്വാളിറ്റി ഫീൽ, അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് യൂണിറ്റ് കണ്ടോ, ഇതൊക്കെ ആ ഒരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടൺസ് ആണ്. അത് സെൻട്രലായിട്ടാണ് 2 പാസഞ്ചർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ യൂണിറ്റ് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഒരു സെൻട്രലായിട്ട് ഈ ഒരു ആംറസ്റ്റ് യൂണിറ്റിൽ കപ്പ് ഹോൾഡർ അടക്കം വന്നിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ഈ ഒരു സെൻട്രൽ ഈ കാണുന്ന ഇത് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ റിയറിലേക്കുള്ള ഒരു ആക്സസ് ആണ്. അതായത് ബൂട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട്. ഇതാണ് ബാക്കിൽ 3 ഹെഡ് റെസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ളൊരു റൂഫ് ലൈനറാണ്. മൊത്തത്തിലൊരു ബ്ലാക്ക് ഫീലാണ്. അതിൽ തന്നെ കണ്ടോ ഈ ഒരു റെഡും വൈറ്റും കൂടെയുള്ള സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ്. ഈ സീറ്റിലും ശരിക്കും ആ ഒരു ആൽക്കൻഡാര മെറ്റീരിയൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ ഈ സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗോൾഫിൻ്റെ ഒരു ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ആ ഒരു വലിയ ടണൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൽ ആ ഒരു സീറ്റിംഗ് കംഫർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നല്ല നമ്മളെ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഈ ഒരു സീറ്റിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, നമ്മളെ ശരിക്കും ചേർത്ത് വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാല് വെക്കാനാണെങ്കിലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മൾ അത്യാവശ്യം നല്ല ലോവേഡ് ആയിട്ടാണ് ഇതിൽ ഇരിക്കുന്നത് കേട്ടോ. നമ്മളൊരു സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് അത്യാവശ്യം നല്ല കുഴിയിലാണ്. അപ്പം നമ്മൾ ബാക്കിൽ അത്യാവശ്യം നല്ല ലോവേഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ഫ്ലോറിൽ ഇങ്ങനെ നല്ല മുട്ടിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇതിലൊക്കെ ആ ഒരു ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. 3 പേർക്കുമുള്ള ആ ഒരു സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. സെൻട്രൽ കണ്ടോ, ഇവിടെ മാത്രമായിട്ട് ആ കുറച്ച് തൈ സപ്പോർട്ട് കൂടുതലായിട്ടും സെൻട്രൽ കുറച്ച് കുറവാണ്. അപ്പം 4 പേർക്കാണ് ശരിക്കും ഇതിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക. സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും ഇതാണ് ഒരു ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഡോറൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ക്യാബിൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ഗോൾഫിൻ്റെ ആ ഒരു ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. അടിപൊളി ഒരു കോ പാസഞ്ചർ ആണെങ്കിൽ പോലും വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. തന്നെ ആ ഒരു ഹെഡ് റെസ്റ്റ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീറ്റാണ്. GTI എന്നുള്ള ഒരു ബാഡ്ജ് നമുക്ക് 2 സീറ്റിലും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്.
ഇതിലും ഇവിടെയും എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ. ടോട്ടൽ എനിക്ക് തോന്നുന്നു ഏകദേശം 7 എയർ ബാഗ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഡ്രൈവർ സൈഡ് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ നോക്കാം. ഈ ഡോറിൻ്റെ വെയിറ്റ് രക്ഷയില്ല കേട്ടോ. ഫോക്സ് വാഗൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഡോർ പാഡിലേക്ക് വരുമ്പോഴും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു ആൽക്കണ്ടാര മെറ്റീരിയലും കാര്യങ്ങളും സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കാണാൻ പറ്റും. ORVMൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു മാറ്റ് ഒരു ഫിനിഷാണ് വന്നിട്ടുള്ളത്. ഇവിടെയും വലിയൊരു ഡോർ, ഒരു ബോട്ടിൽ ഹോൾഡർ, ഒരു ഡോർ പോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരു സ്പീക്കർ യൂണിറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്കിനി എഞ്ചിൻ ഒന്ന് കണ്ടുനോക്കാം. ബോണറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആ ഒരു ഇൻസുലേഷൻ നല്ല രീതിയിലാണ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു 2 ലിറ്റർ ടർബോ ചാർജ് TSI പെട്രോൾ എഞ്ചിൻ കേട്ടോ. ആ ഒരു എഞ്ചിൻ കവറിങ് കണ്ടോ, 4 സിലിണ്ടർ ആണ് കേട്ടോ. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 265 PS പവറും 370 Nm ടോർക്കും ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ 0 to 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5.7 സെക്കൻഡ്സിൽ ഇത് 0 to 100 കവർ ചെയ്യുന്നുള്ളതാണ്. പെർഫോമൻസ് ആണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. എന്തായാലും ഇതാണ് ഇതിന്റെ ഒരു എഞ്ചിൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളോടെ നോക്കാം. ഇനി ക്യാബിനിലേക്ക് കയറുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഫോക്സ് വാഗൻ മറ്റു വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് തന്നെയാണ്. പക്ഷേ ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന GTI ബാഡ്ജിങ് ആണ്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്പോർട്ടി ഫീല് ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ അലുമിനിയം ആ ഒരു ഫിനിഷിൽ ആ ഒരു റെഡ് കളേർഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ആ ഒരു ചെറിയൊരു എലമെൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഫോക്സ് വാഗൻ്റെ ആ ഒരു ലോഗോ കാണാൻ വേണ്ടി പറ്റും. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി. ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഒരു 12.5 ഇഞ്ചിൻ്റെ ഒരു മാസീവ് ആയിട്ടുള്ളൊരു വലിയൊരു സ്ക്രീനാണ്. ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് ഈ സ്ക്രീൻ ഇരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെലിഫോൺ, റേഡിയോ, നാവിഗേഷൻ, വെഹിക്കിൾ, ആപ്പ് കണക്ട്, പാർക്കിംഗ്, അസിസ്റ്റ് സിസ്റ്റം, സിറ്റി സെറ്റിങ്സ്, ബാക്ക് ലൈറ്റ് ആയത്, ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ, പിന്നെ സൗണ്ട് സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ക്രീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടച്ച് റെസ്പോൺസ് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത് ഓരോ മോഡുകളാണ്: എക്കോ, കംഫർട്ട്, സ്പോർട്ടിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഈ ഡിസ്പ്ലേ ഫുൾ റെഡ് ആയിട്ടുണ്ട്. അതേപോലെ എക്സോസ്റ്റ് നോട്ടിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഈ താഴെ കാണുന്ന ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ക്ലൈമ, മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹസാർഡിൻ്റെ ബട്ടൺ, ഇതൊരു ബട്ടണായിട്ടാണ് വന്നുള്ളത്. പിന്നെ ഈ ക്ലൈമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് AC കൺട്രോൾസ് വരും. ഇതിൽ നമുക്ക് AC, ഫാൻ സ്പീഡ്, അതേപോലെ ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു AC എന്താ പറയുക ടെമ്പറേച്ചർ കൺട്രോൾസ് ചെയ്യാം. അതൊരു ഡ്യുവൽ സോൺ ആണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇനി സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സിൽ അത്യാവശ്യം സ്ക്രീനിൻ്റെ കാര്യങ്ങളും ലാംഗ്വേജ് കാര്യങ്ങൾ, നെറ്റ്വർക്ക് ഇൻഫോർമേഷൻ, കോൺഫിഗറേഷൻ സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ടോ, അതിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ ആ ഒരു സംഭവമാണിത്. ഡിസയർ, യൂറോപ്യ, ഡെസ്റ്റിനി, ഇൻഫിനിറ്റി, എറ്റേണിറ്റി, വിറ്റാലിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആംബിയൻ ലൈറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ഈ കാണുന്ന ഉള്ളിലുള്ള ഈ ഉള്ളിൽ കാണുന്ന ഈ ആംബിയൻ ലൈറ്റുകൾ കണ്ടോ, കളർ ചേഞ്ച് ആവുന്നത്. നമ്മൾ ഇത് മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ, ക്ലസ്റ്ററിലും തന്നെ ആ ഒരു കളറിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്തായാലും കിഡിലൻ ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. പിന്നെ അതിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആണ് റിവേഴ്സ് ക്യാമറ. പിന്നെ ഫുൾ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നുള്ളത്. ഇതാണ് ഒരു റിവേഴ്സ് ക്യാമറ ക്വാളിറ്റി. പിന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് 4 സെൻസേഴ്സ്, ഫ്രണ്ടിലും 4 ബാക്കിലും 4 സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ വീണ്ടും പാർക്കിലേക്ക് പോകും. സ്റ്റിയറിംഗ് വീലിൽ ഈ സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലായിട്ട് വരുന്നത്. ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ്, അതേപോലെ ഈ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ സ്ക്രീനിൽ നമുക്ക് ഇതിൻ്റെ വ്യൂ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഹീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ സ്റ്റിയറിംഗ് വീൽ ഹീറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ 2 ഫ്രണ്ട് സീറ്റുകളും ഹീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഹീറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഇൻ്റർനാഷണൽ മോഡൽ ആയതുകൊണ്ട് തന്നെ, ഇത് ഇമ്പോർട്ട് ചെയ്ത മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഹീറ്റിംഗ് ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് താഴെ 2 C-ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. USB Type C ആണ്. ഗോൾഫ് എന്നുള്ള ഒരു ബാഡ്ജ് കണ്ടോ, ഇതിൽ ഈ വാഹനത്തിൽ ഞാൻ ഇവിടെ മാത്രമാണ് ഗോൾഫിൻ്റെ ആ ഒരു ബാഡ്ജിങ് കണ്ടു കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ടൊരു വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫോൺ വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആയിട്ടിരുന്നോളും. ഇവിടെ പിന്നെ ഈ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കീ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടിരുന്നോളും. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. ഈ ഗിയർ ലിവർ കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ട്. ഇതിലിങ്ങനെ ഡ്രൈവ് സെലക്ട് ചെയ്യാം, ന്യൂട്രൽ, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട്. ഇത് ഈ സംഭവം ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
ആൻഡ് ഇതാണ് പാർക്ക്. ഇവിടെ ഡയറക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും പാർക്കാവും. ഓട്ടോ ഹോൾഡ് വന്നിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ പറ്റും. ഈ കപ്പ് ഹോൾഡറിൽ ഇത് ശരിക്കും ഇപ്പോൾ ഒരു സ്റ്റോറേജ് പോലെയാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ശരിക്കും ഒരു കപ്പ് ഹോൾഡറായി. ഇവിടെ കറക്റ്റ് കപ്പ് വെക്കാൻ പറ്റും. തിരിച്ചിങ്ങനെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. ഒരു സ്റ്റോറേജ് ഇതിൻ്റെ താഴെയായിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ആ ഒരു റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ലെതർ ആംറസ്റ്റ് ആണ് വന്നുള്ളത്. ഈ ഒരു സീറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. GTA എന്നുള്ള ഒരു ബാഡ്ജിങ് കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഈ സീറ്റുകൾ കാണാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ക സ്പോർട്ടി ആയിട്ടുള്ളൊരു സീറ്റാണ്. ആ ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്ടി സീറ്റും കാര്യങ്ങളൊക്കെയാണ്. സൺറൂഫിൻ്റെ ബ്ലൈൻഡ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ബ്ലൈൻഡ് നമുക്കിങ്ങനെ മാനുവലി ക്ലോസും ഓപ്പണും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. പിന്നെ സൺറൂഫിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ കണ്ടോ, ഇതിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു റീഡിംഗ് ലാമ്പുകളാണ് കണ്ടോ രണ്ട് സൈഡിലായിട്ടും. പിന്നെ ആ ഒരു പാസഞ്ചർ എയർ ബാഗ് സംഭവം അതിൻ്റെയൊക്കെ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. പിന്നെ ഒരു ഓട്ടോ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു IRBM കാണാൻ പറ്റും. ഇതാണ് ഗോൾഫിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ഒരു കാർബൺ ഫൈബർ മാറ്റ് ഫിനിഷിൽ ഒരു കാർബൺ ഫൈബർ പോലത്തെ ഒരു ഡിസൈൻ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതൊക്കെ സോഫ്റ്റ് ടച്ച് ആണ് കേട്ടോ. അതൊരു സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അപ്പർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോ ബോക്സ് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു AC വെന്റിൻ്റെ ഈ ഒരു അലുമിനിയം ലൈനിങ് കണ്ടോ, ഇത് മൊത്തം ഇവിടുന്ന് ഇങ്ങനെ ഇതിലിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ അറ്റം വരെ വരുന്നുണ്ട്. എന്തായാലും കിഡിലൻ ഒരു ഇൻറ്റീരിയർ ആണ് നമുക്കിവിടെ ഫോക്സ് വാഗൻ്റെ ഗോൾഫിൽ കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഈ ഒരു മൊത്തം സെൻട്രൽ കൺസോളും അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മൊത്തത്തിൽ ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് കൊടുത്തുള്ളത്. ഇവിടെ കുറച്ചൊരു ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഈ സൈഡ് ഫുള്ളി ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഡ്രൈവറെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് റീച്ചും അതുപോലെ ടിൽറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ടോ. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഹൈ ബീം ലോ ബീം അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺസ് ആണ്. ഈ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു വൈപ്പറിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓട്ടോ ഹെഡ് ലാമ്പാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോയിലായി. ബാക്കി ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണായി. ഇത് ഫ്രണ്ട് ഫോഗ് ലാമ്പിൻ്റെ ബട്ടനാണ്. അങ്ങനെ ഇതൊക്കെ ഒരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഒരു പാനലിലാണ് ഈ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. ഭംഗിയുള്ളൊരു ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ക്യാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ഐ ലൈക്ക് ഇറ്റ്. ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും ഫോക്സ് വാഗൺ ഗോൾഫിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് എന്തായാലും ഇന്ത്യയിൽ ഇത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സോ ഇനി നിങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഡ്രൈവ് മോഡ് നമുക്ക് സ്പോട്ടിലേക്ക് ഇടാം. സ്പോട്ടിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഉള്ളിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാവ് ആ ഒരു ചെറിയ പോപ്സ് ആൻഡ് ബാങ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഹോണും കൂടെ കേട്ട് നോക്കാം. ഇതാണ് ഹോണ്. ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അതായത് നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടെ ഒന്ന് കേട്ടോ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്സ് വാഗൺ ഗോൾഫിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും മഴ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.